വെസ്റ്റിക് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ +1 അക്കൗണ്ടൻസിയുടെ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്തൊക്കെയാണെന്ന് വരുന്ന കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക, മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾ അക്കൗണ്ടിങ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് കേട്ട ഒരു ടേമായിരിക്കും ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് അല്ലേ. ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇടപാടുകൾ. എന്താണ് ട്രാൻസാക്ഷൻസ് പറഞ്ഞാൽ? എനി ആക്ട് ദാറ്റ് ഇൻവോൾവ്സ് ബൈയിങ് ഓർ സെല്ലിങ് ഓർ എക്സ്ചേഞ്ച് ഇൻ വാല്യൂ ഈസ് കാൾഡ് ട്രാൻസാക്ഷൻസ്. ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ഒരു പ്രവൃത്തി വാങ്ങുകയോ വിൽക്കുകയോ അല്ലെങ്കിൽ മൂല്യമുള്ള വിലയുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ഇടപാടുകൾ എന്ന് പറയുന്നത്. വാങ്ങലാകാം, വിൽക്കലാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു പരസ്പരം കൈമാറ്റം ചെയ്യലാവാം. ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ട്രാൻസാക്ഷൻസ്, ഇടപാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനമായിട്ട് 2 തരത്തിലുള്ള ഇടപാടുകളുണ്ടല്ലേ. നമുക്കറിയാം, ക്യാഷ് ട്രാൻസാക്ഷൻസ് ആൻഡ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. ക്യാഷ് ട്രാൻസാക്ഷൻസും ഉണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ആ കാര്യങ്ങളൊക്കെ. അപ്പം ആദ്യത്തേതാണ് ട്രാൻസാക്ഷൻ, ഇടപാട് എന്നുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള 5 കാര്യങ്ങളുണ്ട് അല്ലേ. അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒന്ന് അസറ്റ്, അതുപോലെ ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസസ്. അസറ്റ്, ലയബിലിറ്റി, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസസ്. ഈ ഒരു 5 ബേസിക്കായുള്ള ടേംസ് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വരുന്നതാണ് എന്ത്? അസറ്റ്സ് എന്ന് പറയുന്നത്. അസറ്റ് അല്ലേ. എന്താണ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ? അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആസ്തി. അസറ്റിൻ്റെ അർത്ഥം എന്താ? ആസ്തി അല്ലേ. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള വിലയുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് അസറ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിന് സ്വന്തമായിട്ടുള്ള വിലയുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരുപാട് ആസ്തികളുണ്ട്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇനി പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും ബിസിനസ്സിലെ ആസ്തികൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്ത് തരം തിരിച്ചിട്ടുണ്ട്. ഫിക്സഡ് അസറ്റ് ആൻഡ് കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്. അപ്പോൾ ആദ്യം ഫിക്സഡ് അസറ്റിനെ കുറിച്ച് പറയാം. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് സ്ഥിര ആസ്തികൾ. ബിസിനസ്സിൻ്റെ ദീർഘകാല പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ആസ്തികളെ പറയുന്ന പേരാണ് എന്ത്? ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ബിസിനസ്സിൻ്റെ ദീർഘകാല പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ആസ്തികളെ പറയുന്ന പേരാണ് എന്ത്? ഫിക്സഡ് അസറ്റ്. ഇതൊരിക്കലും വിൽക്കാൻ വേണ്ടി വാങ്ങിയതാവില്ല. ആ ബിസിനസ് എത്ര കാലം അവിടെ പ്രവർത്തിക്കുന്നുണ്ടോ അത്രയും കാലം അത് ബിസിനസ്സിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമാണ്. ഇത്തരം ആസ്തികളെ പറയുന്നവരാണ് ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ ലോങ് ടേം അസറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അസറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്തെ ഫിക്സഡ് അസറ്റ്. ആ ഫിക്സഡ് അസറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഫിക്സഡ് അസറ്റിൽ തന്നെ വരുന്നതാണ്, ഫിക്സഡ് അസറ്റിൽ വരുന്ന ക്ലാസിഫിക്കേഷനാണ് ടാഞ്ചിബിൾ അസറ്റ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. ആദ്യം ടാഞ്ചിബിൾ അസറ്റ് എന്താണെന്ന് നോക്കാം. ടാഞ്ചിബിൾ അസറ്റ് അല്ലേ. എന്താ ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ? ഫിസിക്കലായിട്ടൊരു രൂപവും ആകൃതിയുമുള്ള അല്ലെങ്കിൽ കാണാനും സ്പർശിക്കാനും പറ്റുന്ന തരത്തിലുള്ള ആസ്തിയെ പറയുന്ന പേരാണ് എന്ത്? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ. അതിനൊരു ആകൃതി അല്ലെങ്കിൽ ഒരു ഷേപ്പൊക്കെ ഉണ്ടോ, ഫിസിക്കലി നമുക്കത് കാണാനും സ്പർശിക്കാനൊക്കെ പറ്റും. അത്തരം ആസ്തികളാണ് എന്ത്? ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ. അതിന് ഉദാഹരണങ്ങളാണ് എന്തൊക്കെയാണ്? ലാൻഡ്, ബിൽഡിങ് എല്ലാം വരുന്നത് ടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണമാണ്. ലാൻഡ്, ബിൽഡിങ്, അതുപോലെ ഫർണിച്ചർ ആൻഡ് ഫിക്സ്റ്റേഴ്സ്, വെഹിക്കിൾസ്, ഇതൊക്കെ നമുക്ക് ടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണങ്ങളായിട്ട് പറയാൻ പറ്റും. ഇനി ഇൻടാഞ്ചിബിൾ അസറ്റ്. എന്താണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രത്യേക രൂപമോ ആകൃതിയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ കാണാനും സ്പർശിക്കാനും പറ്റാത്ത ബിസിനസ്സിന് ചില അവകാശങ്ങളെ സൂചിപ്പിക്കുന്ന തരം ആസ്തികളെ പറയുന്ന പേരാണത് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ. ഇൻടാഞ്ചിബിൾ അസറ്റിന് പ്രധാനമായിട്ടും നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ഒന്ന് ഗുഡ് വിൽ, മറ്റൊന്ന് കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്,
പാറ്റൻറ്റ് നമ്മളെപ്പോഴും കേൾക്കുന്ന ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ ഉദാഹരണങ്ങളാണ് അല്ലേ. എന്താ ഗുഡ് വിൽ എന്ന് പറഞ്ഞാൽ? സൽപ്പേര്. ഒരു ബിസിനസ് സ്ഥാപനത്തെക്കുറിച്ച് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഇടയിലുള്ള പബ്ലിക്കിൻ്റെ ഇടയിലുള്ള ഒരു സൽപ്പേര്, ഒരു നല്ല അഭിപ്രായത്തെ പറയുന്ന പേരാണെന്ത്? ഗുഡ് വിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഗുഡ് വിൽ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്നാണെന്ത്? പാറ്റൻറ്റ്. ബിസിനസ്സിൻ്റെ ചില അവകാശങ്ങളെ സൂചിപ്പിക്കുന്ന ആസ്തിയാണെന്ത്? പാറ്റൻറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബിസിനസ്സിൻ്റെ ചില അവകാശങ്ങളെ അല്ലെങ്കിൽ ചില കണ്ടുപിടുത്തങ്ങളെ അവ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ചില കണ്ടുപിടുത്തങ്ങളെ സൂചിപ്പിക്കുന്നതാണ് പാറ്റൻറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്താണ് കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് പറഞ്ഞാൽ എന്താ? പകർപ്പവകാശം. ബിസിനസ്സിന് ചില ആർട്ടിക്കിൾസ്, ജേണൽസ് ഒക്കെ ഉണ്ടാവും. അത് അവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവരെ പേരിൽ മാത്രമേ പബ്ലിഷ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ചില അവകാശങ്ങളെ, പകർപ്പവകാശത്തെയാണ് എന്ത് സൂചിപ്പിക്കുന്നത്? കോപ്പിറൈറ്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതും ഒരു ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണമാണ്. അടുത്ത വരുന്നതാണ് എന്ത്? ട്രേഡ് മാർക്ക്. ട്രേഡ് മാർക്ക് അഥവാ ബിസിനസ്സിൻ്റെ ചില അടയാളങ്ങൾ അഥവാ സിമ്പിൾസ്, ചിഹ്നങ്ങൾ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രേഡ് മാർക്ക്. അപ്പോൾ ബിസിനസ്സിൻ്റെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ചില അടയാളങ്ങളെയോ ചിഹ്നങ്ങളെയോ സൂചിപ്പിക്കുന്നതാണ് എന്ത്? ട്രേഡ് മാർക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഗുഡ് വില്ല്, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, അപ്പോൾ 4 ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു അസറ്റ്, അതിൽ തന്നെ ഫിക്സഡ് അസറ്റ്, അതിൽ ടാഞ്ചിബിൾ അസറ്റ് എന്നും ഇൻടാഞ്ചിബിൾ അസറ്റ് എന്നും നമ്മൾ തരംതിരിച്ചു. അടുത്ത വരുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ്, ഫിക്സഡ് അസറ്റിൽ വരുന്ന മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് വേസ്റ്റിംഗ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഉപയോഗശൂന്യമായി തീരുന്ന ആസ്തികളെ പറയുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ്. ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് ഉപയോഗശൂന്യമായി തീരുന്ന പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗം കുറഞ്ഞു വരും. അത്തരം ആസ്തികളാണ് വേസ്റ്റിംഗ് അസറ്റ്. ഉദാഹരണമായിട്ട് മൈൻസ്, ഖനികൾ പറയാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ക്വാറീസ് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഓയിൽ ഫീൽഡ്, എണ്ണപ്പാടങ്ങൾ, ഇതെല്ലാം നമ്മൾ അത് എടുക്കുന്നതിനനുസരിച്ച് ഉപയോഗിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഉപയോഗം കുറഞ്ഞു വരികയാണ്. ഇത്തരം ആസ്തികളാണ് വേസ്റ്റിംഗ് അസറ്റ്. അപ്പോൾ ഈ വേസ്റ്റിംഗ് അസറ്റ് മനസ്സിലാക്കുക. ചിലപ്പോൾ വൺ വേർഡൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഏതാണ് ഇതിൽ വേസ്റ്റിംഗ് അസറ്റ് എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. വേസ്റ്റിംഗ് അസറ്റ്. ഇനി അടുത്തത് പറയാനുള്ളതാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ് നമ്മൾ കേൾക്കുന്ന ഒരു അസറ്റാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. യഥാർത്ഥത്തിൽ ഇത് ആസ്തിയല്ല, അഥവാ യഥാർത്ഥത്തിൽ ഇത് വിലയുള്ള, വാല്യൂ ഉള്ള ഒരു ആസ്തിയല്ല. പക്ഷെ ചില സാങ്കേതികമായ ടെക്നിക്കൽ റീസൺ കൊണ്ട്, ചില സാങ്കേതികപരമായുള്ള കാരണം കൊണ്ട് ബാലൻസ് ഷീറ്റിൽ ഇത് അസറ്റിൻ്റെ അല്ലെങ്കിൽ അസറ്റ് സൈഡിൽ ഇത് കാണിക്കുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ഇറ്റ്സ് നോട്ട് എ റിയൽ അസറ്റ്. യഥാർത്ഥത്തിൽ ഒരു അസറ്റ് അല്ല, പക്ഷെ ഇത് ചില കാരണങ്ങളാൽ എന്ത് ചെയ്യുന്നു? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുന്നു. ഇത്തരം ആസ്തികളാണ് എന്ത്? ഫിക്റ്റീഷ്യസ് അസറ്റ്. അതിന് ഉദാഹരണമാണ് എന്ത്? അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻസ്, പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, ഇതെല്ലാം ഫിക്റ്റീഷ്യസ് അസറ്റിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് ആസ്തി, അതിൽ തന്നെ ഫിക്സഡ് അസറ്റ്. എന്താണ് ഫിക്സഡ് അസറ്റ് പറഞ്ഞു? അതിൽ ക്ലാസിഫിക്കേഷൻ ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, പിന്നീട് വേസ്റ്റിംഗ് അസറ്റ് പറഞ്ഞു, ഫിക്റ്റീഷ്യസ് അസറ്റ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഫിക്സഡ് അസറ്റിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, നമ്മൾ ആദ്യ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു ഫിക്സഡ് അസറ്റ് പറഞ്ഞല്ലോ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് എന്ത്? കറന്റ് അസറ്റ്. കറന്റ് അസറ്റ് എന്താ? കറന്റ് അസറ്റ് ഒന്നില്ലെങ്കിൽ ക്യാഷോ ഇല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന വസ്തുക്കളെ പറഞ്ഞ പറയുന്നത് കറന്റ് അസറ്റ് അഥവാ നശ്വര ആസ്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റണം? ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്? കറന്റ് അസറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കറന്റ് അസറ്റിന് ഉദാഹരണം നമുക്കറിയില്ല, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് ഓർ ഇൻവെൻട്രീസ്, ബിൽസ് റിസീവബിൾ, ഇതെല്ലാം എന്താണ്? കറന്റ് അസറ്റിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അസറ്റ്, അതിൽ ഫിക്സഡ് അസറ്റ് പറഞ്ഞു, കറന്റ് അസറ്റ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ അസറ്റ് പറഞ്ഞു. ഇനി അടുത്ത വരുന്നതാണ് ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് ലയബിലിറ്റീസ് എന്താ? ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യതകൾ അല്ലേ. ബിസിനസ് കൊടുത്ത് തീർക്കേണ്ട തുക അല്ലെങ്കിൽ ബിസിനസ് കൊടുത്ത് തീർക്കാനുള്ളതിനെ പറയുന്ന പറയണത് ബാധ്യത എന്ന് പറഞ്ഞാൽ. ഒരു ബിസിനസ് സ്ഥാപനം കൊടുത്ത് തീർക്കേണ്ട തുകയെ പറയുന്നതാണ് എന്ത്? ബാധ്യത. ഓക്കെ, അപ്പോൾ ലയബിലിറ്റീസും
രണ്ട് തരത്തിലുണ്ട്. കറൻറ്റ് ലയബിലിറ്റിയും ലോങ് ടേം ലയബിലിറ്റിയും. കറൻറ്റ് ലയബിലിറ്റി അഥവാ ഷോർട്ട് ടൈം ലയബിലിറ്റി, ദെൻ ലോങ് ടേം ലയബിലിറ്റി അഥവാ ഫിക്സഡ് ലയബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്താണ് കറൻറ്റ് ലയബിലിറ്റി എന്ന് നോക്കാം. ഒരു വർഷത്തിനുള്ളിൽ ബിസിനസ് സ്ഥാപനം കൊടുത്തു തീർക്കേണ്ട ബാധ്യതയെ പറയുന്ന പേരാണ് എന്ത്? കറൻറ്റ് ലയബിലിറ്റി. ഒരു വർഷത്തിനുള്ളിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതയെ പറയുന്ന പേരാണ് കറൻറ്റ് ലയബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണമായിട്ട് സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് തുടങ്ങിയതൊക്കെ ഏതിന് ഉദാഹരണമാണ്? കറൻറ്റ് ലയബിലിറ്റിക്ക് ഉദാഹരണമാണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അല്ലേ, നമുക്കറിയാം, അത് കറൻറ്റ് ലയബിലിറ്റിയാണ്. ഇനി എന്താണ് ഫിക്സഡ് അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? ഒരു വർഷത്തിൻ്റെ മുകളിൽ സമയമെടുത്ത് കൊടുത്തു തീർക്കേണ്ട ബാധ്യതയാണ് എന്ത്? ലോങ് ടേം ലയബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം ഒരു വർഷത്തിനുള്ളിൽ കൊടുക്കേണ്ട, കുറച്ച് അധികം സമയമെടുത്ത് ദീർഘകാലാടിസ്ഥാനത്തിൽ കൊടുത്തു തീർക്കേണ്ട ബാധ്യതയാണ് എന്ത്? ലോങ് ടേം ലയബിലിറ്റി, അതിൽ ഫിക്സഡ് ലയബിലിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ ലോങ് ടേം ലോണൊക്കെ അതിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ലോങ് ടേം ലോണ് ഒരു 5 വർഷം 10 വർഷത്തേക്ക് എടുത്ത ലോണൊക്കെ നമുക്ക് ലോങ് ടേം ലയബിലിറ്റി ആയിട്ട് പരിഗണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ലയബിലിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇവിടെ രണ്ട് കാര്യം സൂചിപ്പിക്കുക. ഒന്ന്, സൺട്രി ഡെപ്റ്റേഴ്സും സൺട്രി ക്രെഡിറ്റേഴ്സും. പല ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യം സൺട്രി ഡെപ്റ്റേഴ്സ് ആൻഡ് സൺട്രി ക്രെഡിറ്റേഴ്സ്. ശ്രദ്ധിക്കുക, സൺട്രി ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന്, അഥവാ നമ്മൾ ബിസിനസ്സിൻ്റെ ഭാഗം എന്ന് ചിന്തിക്കുമ്പോൾ, നമ്മൾ ബിസിനസ്സായിട്ട് നിൽക്കുമ്പോൾ ബിസിനസ്സിന് ക്യാഷ് തരാനുള്ള വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? സൺട്രി ഡെപ്റ്റേഴ്സ്. നമുക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ളതാണ്, അതുകൊണ്ടത് അസറ്റാണ്, കറൻറ്റ് അസറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. അതേസമയം സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് അങ്ങോട്ട് പണം കൊടുക്കാനുള്ള സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രെഡിറ്റേഴ്സ്. നമ്മൾ അങ്ങോട്ട് ക്യാഷ് കൊടുക്കാനുള്ള പാർട്ടി, അവരെ വിളിക്കുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ് അഥവാ സൺട്രി ക്രെഡിറ്റേഴ്സ്. അങ്ങോട്ട് ക്യാഷ് ഉണ്ടായത് കൊണ്ട് തന്നെ അതൊരു ലയബിലിറ്റിയാണ്, കറൻറ്റ് ലയബിലിറ്റിയാണ്, ഷോർട്ട് ടൈം ലയബിലിറ്റിയാണ്. അപ്പോൾ ഇത് മാറിപ്പോയത് സൺട്രി ഡെപ്റ്റേഴ്സും സൺട്രി ക്രെഡിറ്റേഴ്സും. ഇതാണ് ലയബിലിറ്റീസിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത കോൺസെപ്റ്റായിട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടേംസ് ആയിട്ട് പറയാനുള്ളതാണെന്ത്? ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്താണ്? ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മൂലധനം അല്ലേ? ദ എമൗണ്ട് ഓർ ഫണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദി ബിസിനസ്. ഒരു ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിക്ഷേപിച്ചിട്ടുള്ള തുക, അതിനെ പറഞ്ഞ പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഉടമസ്ഥൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന പണമാകാം, ചിലപ്പോൾ ക്യാഷ് ആകാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസറ്റ് ആകാം, അതിനെ പറഞ്ഞ പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എന്താണെന്ന് അറിയണം. ഇത് നമ്മൾ ഉടനെ ട്രീറ്റ് ചെയ്യുക. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് ക്യാപിറ്റൽ കാണിക്കുക. ഇനി ക്യാപിറ്റലുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ഡ്രോയിങ്സ് പറഞ്ഞാൽ എന്താ? പിൻവലിക്കുക. അഥവാ ഉടമസ്ഥൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന പണം സ്വന്തം പേഴ്സണൽ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ പേഴ്സണൽ പർപ്പസ്, സ്വന്തം ആവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു? സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് പറയുന്ന പേരാണെന്ത്? ഡ്രോയിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ, ഡ്രോയിങ്സ്. അടുത്ത് വരുന്ന അറിഞ്ഞിരിക്കണം എന്നാണ് എക്സ്പെൻസസ്. എക്സ്പെൻസ് പറഞ്ഞാൽ എന്താ? ചെലവുകൾ അല്ലേ? ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള വരുന്ന ചെലവുകൾ, അതെല്ലാം എന്താണ്? എക്സ്പെൻസസ് എന്ന് പറയാം. ഇപ്പോൾ സാലറീസ് എക്സ്പെൻസ് ആണ് അല്ലേ? റെൻറ്റ് കൊടുക്കണം, ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കേണ്ടി വരും, അതുപോലെ വേജസ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് എക്സ്പെൻസുകളുണ്ട് അല്ലേ? ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഒരുപാട് എക്സ്പെൻസുകളുണ്ട്. അപ്പോൾ ഈ ബിസിനസ്സിന് സാധാരണ പ്രവർത്തനം നടന്ന് പോകാൻ ആവശ്യമായിട്ട് വരുന്ന തുക, അല്ലെങ്കിൽ ബിസിനസ്സിന് സാധാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ തുക, ഇതിനെ പറയുന്നത് എക്സ്പെൻസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്താണ് ഇൻകം അല്ലെങ്കിൽ റവന്യൂ എന്ന പേരിൽ അറിയപ്പെടും. ഇൻകം ഓർ റവന്യൂ, വരുമാനം അല്ലെങ്കിൽ വരവ്. എന്താണ് വരുമാനം അല്ലെങ്കിൽ വരവ് എന്ന് പറയുന്നത്? ഒരു സ്ഥാപനം, ഒരു ബിസിനസ് സ്ഥാപനം അവരുടെ സാധനങ്ങളെയോ സേവനങ്ങളെയോ വിൽക്കുമ്പോൾ ലഭിക്കുന്ന തുക, അതിനെ പറയുന്നത് ഇൻകം അഥവാ വരവ് എന്ന് പറഞ്ഞാൽ. ഒരു സ്ഥാപനം അവരുടെ സാധനങ്ങളെയോ സേവനങ്ങളെയോ വിൽക്കുമ്പോൾ ലഭിക്കുന്ന
തുകയെ പറയുന്ന പേരാണ് എന്ത്, ഇൻകം അല്ലെങ്കിൽ വരവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങിലെ 5 കോൺസെപ്റ്റിൽ പ്രധാനപ്പെട്ട ബേസിക് കൺസെപ്റ്റ്. ഇതല്ലാതെ വരുന്ന ചില ഐറ്റംസ് കൂടി പറയാം. ഒന്നാണ് പർച്ചേസ്. പർച്ചേസ് പറഞ്ഞാൽ എന്താ, ബിസിനസ്സിൽ വിൽക്കാൻ വേണ്ടി വാങ്ങിയിട്ടുള്ള ചരക്കുകളെ പറയുന്ന പേരാണ് എന്ത്, പർച്ചേസ്. അഥവാ വിൽക്കാൻ വേണ്ടി, വിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി സാധനങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസ് വാങ്ങുന്ന പറഞ്ഞ പേരാണ് എന്ത്, പർച്ചേസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത സെയിൽസ് നമുക്കറിയാം. എന്താ സെയിൽസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ സാധനങ്ങളോ സേവനങ്ങളോ നമ്മൾ വിൽക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു, വരുമാനം ലഭിക്കാൻ വേണ്ടി വിൽക്കുന്നു. ആ ഒരു പ്രോസസ്സാണ് എന്ത്, സെയിൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. മറ്റൊന്ന് ശ്രദ്ധിക്കണം, കാരണം പർച്ചേസ് റിട്ടേൺ ആൻഡ് സെയിൽസ് റിട്ടേൺ. പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ സാധനം തിരിച്ച് അവർക്ക് തന്നെ, ആരാണോ നമുക്ക് തന്നെ അവർക്ക് തന്നെ കൊടുക്കുന്നത് പറഞ്ഞ പറയുന്നത് പർച്ചേസ് റിട്ടേൺ. എന്തെങ്കിലും ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ എന്തെങ്കിലും കുറവ് വരുമ്പോഴാണ് നമ്മൾ സാധാരണ ചെയ്യാറ് അല്ലേ. എന്തെങ്കിലും ഡിഫക്റ്റ് വരികയാണെങ്കിൽ ആ പ്രോഡക്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊടുക്കും. അപ്പോൾ വാങ്ങിയ സാധനം അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്ന പറഞ്ഞ പേരാണ് പർച്ചേസ് റിട്ടേൺ. അതിൻ്റെ മറ്റൊരു പേരാണ് റിട്ടേൺ ഔട്ട്വാർഡ്സ്. പർച്ചേസ് റിട്ടേണിൻ്റെ മറ്റൊരു പേരാണ് റിട്ടേൺ ഔട്ട്വാർഡ്സ്. അടുത്താണ് സെയിൽസ് റിട്ടേൺ. വിറ്റ സാധനം, നമ്മൾ കമ്പനിയിൽ നിന്ന് പുറത്തേക്ക് വിറ്റ സാധനം കമ്പനിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നതിനെ പറഞ്ഞ പേരാണ് സെയിൽസ് റിട്ടേൺ അഥവാ റിട്ടേൺ ഇൻവാർഡ്സ്. നമ്മൾ വിൽക്കുമ്പോൾ എന്തെങ്കിലും ഡിഫക്ട്സ് കസ്റ്റമേഴ്സിന് തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും പ്രോബ്ലം അവർക്ക് തോന്നുക, അവർ തിരിച്ചു തരും കൊണ്ട് തന്നെ അതിനെ പറഞ്ഞ പേരാണ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേണിൻ്റെ മറ്റൊരു പേരാണ് റിട്ടേൺ ഇൻവാർഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അക്കൗണ്ടിങ്ങിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളോ കാര്യങ്ങളോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ ഓരോ ചാപ്റ്റർ എടുക്കുമ്പോൾ നമുക്ക് കൂട്ടത്തിൽ പറയാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടിത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്കത് അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലത് കേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ അടുത്ത വീഡിയോ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.